തൃപ്പൂണിത്തുറ പുതിയകാവ് സ്ഫോടനത്തിൽ മരണം 2 കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ദിവാകരനാണ് മരിച്ചത്. തീവ്രപരിചരണത്തിൽ പൊള്ളൽ ICU വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. റിയ ബേബി വിവരങ്ങൾ നൽകും. റിയ, മരണം 2 വിവരങ്ങൾ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന 55 വയസ്സ് പ്രായമുള്ള ദിവാകരനാണ് മരിച്ചത്. അദ്ദേഹം ഗുരുതര അവസ്ഥയിലായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയയൊക്കെ നടത്തിയതാണ്. അതിനുശേഷം 7:30 മരണം സംഭവിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ നേരത്തെ തന്നെ വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ മരിച്ചിരുന്നു. വിഷ്ണുവിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നിൽക്കുന്നത് ക്യാമ്പ് നടക്കുന്ന ഭാഗത്താണ്. അതോടൊപ്പം തന്നെ ഇനി 4 പേർ കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ആളുകളൊക്കെ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണുള്ളത്. ഇവിടെ ക്യാമ്പ് ആരംഭിച്ചെങ്കിലും കൂടുതൽ ആളുകളും അവരുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. കാരണം പല ആളുകൾക്കും വീടിൻ്റെ വാതിലുകളൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ തുടരേണ്ട സാഹചര്യം പലർക്കുമുണ്ട്. പ്രായമായവരെയൊക്കെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റിയ സാഹചര്യമുണ്ട്. 282 പരാതികളാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. 282 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത്രയും അധികം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അത്രയും അധികം ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് വിവരം അറിയിച്ചിരിക്കുന്നത്. അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കേൾവി പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ചെറിയ ചെറിയ പരിക്കുകൾ, പൊള്ളലുകളൊക്കെ ഏറ്റ ആളുകളുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടി തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പിൽ ബെഡുകളടക്കം ക്രമീകരിച്ചിരുന്നെങ്കിലും ആളുകൾ ഇവിടെ എത്തി വിവരങ്ങൾ നൽകി, പരാതികൾ നൽകി, പ്രാഥമിക ചികിത്സ തേടി തിരികെ വീടുകളിലേക്കും മറ്റും മടങ്ങുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതിൽ 4 പേർ കൂടി തീവ്രമായി പൊള്ളലേറ്റ 4 പേർ കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. ഇത് ഈ ഈ സാധനങ്ങൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽപ്പെട്ട ദിവാകരൻ എന്ന പേര് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. 55 വയസ്സാണ്. മറ്റു വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിൽ പോലും ലഭ്യമായിട്ടില്ല. തിരിച്ചറിയൽ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുമെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ചികിത്സയിൽ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും പരമാവധി ചികിത്സ, വിദഗ്ധ ചികിത്സയടക്കം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ പൊള്ളലേറ്റ ആളുകൾക്ക് പ്രാഥമിക ചികിത്സ നൽകി അവരെ തിരികെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. നാളെ പ്രത്യേക മെഡിക്കൽ ക്യാമ്പും തൃപ്പൂണിത്തുറയിൽ നടക്കും. പ്രത്യേകിച്ച് ആളുകൾക്ക് കേൾവി അടക്കമുള്ള പ്രശ്നമുള്ളതിനാൽ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട സാഹചര്യത്തിൽ അവർക്കുള്ള ചികിത്സ കൂടി പ്രാഥമിക മെഡിക്കൽ ക്യാമ്പുകളടക്കം നാളെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് ഭക്ഷണം അടക്കമുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. തൃപ്പൂണിത്തുറയിലെ ഈ സ്ഫോടനം നടന്നതിന് ചുറ്റുമുള്ള വീടുകളിലെ ആളുകളൊക്കെ വലിയ ഞെട്ടലാണ്. എന്താണ് സംഭവിച്ചത് എന്നത് പോലും പല ആളുകൾക്കും വ്യക്തമായിട്ടില്ല. വീടുകളിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം പലർക്കുമുണ്ട്. വീട്ടിലേക്ക് തിരികെ ഇന്ന് പോകാനാണോ നിങ്ങളൊക്കെ? ഇവിടെ നിന്ന് കിടക്കും. വീട്ടിലെ സാഹചര്യമൊക്കെ എന്താണ്? ഡോറൊക്കെ പോയി, ജലല്ല പാളിയൊക്കെ കംപ്ലീറ്റ് പോയി, പിന്നെ ബാത്റൂമിന്റെ ഡോറ് പോയി. ഒരു തരത്തിലും തിരികെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണല്ലേ വീടുകളൊക്കെ കിടക്കുന്നത്? ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പലരും? ഞാൻ പണി സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഓടി വന്നതാണ്. എന്തായാലും ആളുകൾക്കായി പ്രത്യേക ക്യാമ്പ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പ്രത്യേക മെഡിക്കൽ പരിശോധന കൂടി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്നവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും വിദഗ്ധ ചികിത്സയടക്കം ഉറപ്പുവരുത്തുമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, തൃപ്പൂണിത്തുറ പുതിയകാവ് സ്ഫോടനത്തിൽ മരണം 2 ചികിത്സയിലായിരുന്ന ദിവാകരനാണ് മരിച്ചത്. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.